നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചു. ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന യമൻ സർക്കാരിന്റെ ഉത്തരവ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് അയച്ചു നൽകി. നാളെ നിശ്ചയിച്ചിരുന്ന വധശിക്ഷ അനിശ്ചിതമായി നീട്ടിയെന്നാണ് ഉത്തരവിൽ പറയുന്നത്. എന്നാൽ വധശിക്ഷ നീട്ടിയതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന രേഖയുടെ ആധികാരികതയിൽ വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ സംശയം പ്രകടിപ്പിച്ചു. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സമസ്ത നേതാവും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുമായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ഇടപെടലാണ് ഫലം കണ്ടത്. പുതുക്കിയ വധശിക്ഷാ തീയതി പിന്നീട് അറിയിക്കുമെന്ന് യമൻ സർക്കാർ. അറ്റോർണി ജനറലിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്ന് ഉത്തരവിലുണ്ട്. യമൻ ജയിൽ അധികൃതരുമായും പ്രോസിക്യൂട്ടറുമായും വിദേശകാര്യ മന്ത്രാലയം സ്ഥിരമായി ബന്ധപ്പെടുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇടപെടലുകൾക്ക് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും നിമിഷപ്രിയയുടെ കുടുംബവും നന്ദി അറിയിച്ചു. നാളെ നടക്കാനുള്ള വലിയ ഒരു കാര്യം മാറ്റിവെക്കാൻ കഴിഞ്ഞതിന് ഞാൻ ഒരുപാട് നന്ദി പറയുവാണ്. എന്റെ മോളെ രക്ഷിക്കാനായിട്ട് എല്ലാവരും സഹായിക്കണം എന്ന് പറയുന്നത് മാത്രമേ എനിക്ക്. And at this point I want to thank some people from the bottom of my heart. Government of Kerala, our honorable Prime Minister Mr. Modi, our Home Minister, and also the whole embassy of Saudi Arabia. നാളെയായിരുന്നു വധശിക്ഷ നടപ്പാക്കേണ്ടിയിരുന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിൽ സൂഫി പണ്ഡിതർ തലാലിന്റെ കുടുംബാംഗങ്ങളുമായി നടത്തിയ മധ്യസ്ഥ ചർച്ചകളിലാണ് നിർണായക തീരുമാനം. ദയാധനം നൽകി വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. തൽക്കാലത്തേക്കെങ്കിലും ശിക്ഷ നീട്ടിവച്ചതിലൂടെ തലാലിന്റെ കുടുംബവുമായി കൂടുതൽ ചർച്ചകൾക്കുള്ള സമയം ലഭിക്കും. 24 മിഡിൽ ഈസ്റ്റ്. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിയതിന് പിന്നിൽ നിർണായകമായത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ. ചാണ്ടി ഉമ്മൻ MLAയും നിരന്തര പരിശ്രമമാണ് നടത്തുന്നത്. വധശിക്ഷ നടപ്പാക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ നിമിഷപ്രിയയ്ക്ക് പ്രതീക്ഷയുടെ വെളിച്ചമേകിയത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ. വിഷയത്തിൽ ഇടപെടാൻ കേന്ദ്ര സർക്കാരിന് നയതന്ത്ര പരിമിതിയുണ്ടായിരുന്നു. യമനിലെ മതപണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ ഉറ്റ സുഹൃത്ത് കാന്തപുരത്തിന്റെ രംഗപ്രവേശം അപ്രതീക്ഷിതമായിരുന്നു. പിന്നീടെല്ലാം വേഗത്തിലായി. നിമിഷപ്രിയയുടെ മോചനത്തിന് ചാണ്ടി ഉമ്മനും പരിശ്രമം തുടരുകയാണ്. അമ്മ മറിയാമ്മയ്ക്കൊപ്പം രാജ്ഭവനിലെത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കറെ കണ്ട ചാണ്ടി ഉമ്മൻ സാധ്യമായ ഇടപെടലുമായുണ്ട്. നിമിഷപ്രിയ തിരിച്ച് മലയാളത്തിൽ വരും എന്നുള്ള വിശ്വാസമുണ്ട്. കാരണം കൂട്ടായ ഒരു പരിശ്രമം, അതിനകത്ത് ആദരണീയനായ ഗവർണറിൻ്റെ പങ്ക് വളരെ വലുതാണ്. അതുപോലെ ആദരണീയനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവർകൾ. നിമിഷപ്രിയയുടെ മോചനത്തിനായി യമനിൽ തുടരുന്ന തമിഴ്നാട് സ്വദേശിയും സാമൂഹ്യ പ്രവർത്തകനുമായ സാമുവൽ ജെറോമിനും ആശ്വസിക്കാം. വധശിക്ഷ നീട്ടിവെച്ചതിനെ താൽക്കാലിക ആശ്വാസമെന്ന് വിശേഷിപ്പിക്കാം. വധശിക്ഷ റദ്ദാക്കാനുള്ള ശ്രമം വൈകാതെ ഫലം കാണുമെന്നും പ്രതീക്ഷിക്കാം. 24 തിരുവനന്തപുരം. നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞ അമ്മ പ്രേമകുമാരി. മോചനം പെട്ടെന്ന് നടക്കുമെന്ന് പ്രതീക്ഷയുണ്ടെന്ന് മറിയാമ്മ ഉമ്മൻ പറഞ്ഞു. കൂട്ടായ പ്രവർത്തനമാണ് ഫലം കണ്ടതെന്നും പ്രവർത്തനം തുടരണമെന്നും ചാണ്ടി ഉമ്മനും പ്രതികരിച്ചു. ഗവർണറുടെ ഇടപെടലിനെയും ചാണ്ടി ഉമ്മൻ പ്രശംസിച്ചു. 24 എൻകൗണ്ടറിലാണ് മൂവരുടെയും പ്രതികരണം. നാളെ നടക്കാനുള്ള വലിയ ഒരു കാര്യം മാറ്റിവെക്കാൻ കഴിഞ്ഞതിന് ഞാൻ ഒരുപാട് നന്ദി പറയുവാണ്. എന്തായാലും എല്ലാവരുടെയും കഷ്ടപ്പാടുകളും സാറുടെ രാവ് പോലും ഉറക്കമില്ലാത്ത കഷ്ടപ്പാടുകളും കൊണ്ട് അത് മാറ്റിവെക്കാൻ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള കാര്യങ്ങളും ഒരുപാട് കിടക്കുമല്ലേ നമ്മുടെ മുമ്പിൽ. എനിക്ക് ഏറ്റവും പ്രതീക്ഷയുണ്ട് മോചനം പെട്ടെന്ന് തന്നെ നടക്കും എന്ന്. പിന്നെ ഉമ്മൻചാണ്ടിയുടെ എൻ്റെ ആത്മസംതൃപ്തിയുടെ നിമിഷങ്ങളാണ്. നമ്മൾ പാതി വഴിയേ ചെന്നിട്ടുള്ളൂ. എല്ലാവരുടെയും കൂടെ ജോയിൻ്റ് എഫേർട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ആ എത്തി നിൽക്കുന്നത് നമ്മൾ ഇനിയും തുടരണം. നമ്മുടെ പ്രവർത്തനം നിർത്താൻ പാടില്ല. നമ്മുടെ നാട്ടിലെ ഒരു ഗ്രാമത്തിലെ ഒരു കുട്ടിയുടെ അവസ്ഥയാണ്. നാളെ ഇന്നലെ നമ്മുടെ ആർക്ക് വേണമെങ്കിൽ സംഭവിക്കാം. ഒന്നിച്ച് നിൽക്കണം. അതിനകത്ത് രാഷ്ട്രീയമില്ല. രാഷ്ട്രീയത്തിനപ്പുറം മനുഷ്യത്വം കണ്ടുകൊണ്ട് ഇവിടെ നിൽക്കുവാൻ സാധിച്ചു. വിഭജികയുടെ കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിക്കുന്നത് മാറ്റി. മൃതദേഹം ഇന്ന് സംസ്കരിക്കാനുള്ള ഭർത്താവിന്റെ നീക്കം കോൺസുലേറ്റ് തടഞ്ഞു. ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം. രണ്ടുപേരുടെയും സംസ്കാരം നാട്ടിൽ നടത്തണമെന്ന് വിഭജികയുടെ മാതാവ് ആവശ്യപ്പെട്ടിരുന്നു. വൈഭവിയുടെ മൃതദേഹം UAEയിൽ തന്നെ സംസ്കരിക്കണമെന്ന് വിഭജികയുടെ ഭർത്താവ് നിധീഷ് ആവശ്യപ്പെടുകയായിരുന്നു. ഇത് തടയണമെന്നാവശ്യപ്പെട്ടാണ് വിഭജികയുടെ അമ്മ ശൈലജ UAEയിലെത്തിയത്. മകളുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്നാവശ്യപ്പെട്ട് ശൈലജ ഷാർജ പ്രോസിക്യൂട്ടറെ അടക്കം കണ്ടിരുന്നു. ഇതിനിടെയാണ് കുഞ്ഞിന്റെ മൃതദേഹം വിട്ടുകിട്ടിയതായും മൃതദേഹം ഇന്ന് തന്നെ സംസ്കരിക്കുമെന്നും നിധീഷും ബന്ധുക്കളും അറിയിച്ചത്.
ഇതനുവദിക്കാനാകില്ലെന്നും 2 മൃതദേഹങ്ങളും നാട്ടിൽ സംസ്കരിക്കണമെന്നും ശൈലജ ആവശ്യപ്പെട്ടു. നമുക്ക് നാട്ടിൽ കൊണ്ടുപോയി സംസ്കരിക്കണം. ഞാൻ ഈ ഒരു പ്രതീക്ഷയോടാണ് ഞാൻ ഇവിടെ വന്നത്. അമ്മയും കൊച്ചിനെയും കൊണ്ടുപോകാം. ഇവിടെ സംസ്കരിക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മുടെ നാട്ടിൽ സംസ്കരിക്കുന്നത്. ഒന്നേ അവൻ്റെ വീട്ടിൽ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ. ഇത് രണ്ടിലെന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി. തുടർന്നാണ് കോൺസുലേറ്റ് വിഷയത്തിലിടപെടുകയും നിധീഷിനെയും ബന്ധുക്കളെയും ചർച്ചയ്ക്ക് വിളിക്കുകയും ചെയ്തത്. തുടർന്ന് വൈഭവിയുടെ മൃതദേഹം സംസ്കരിക്കുന്നത് മാറ്റി. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് വിപഞ്ചികയുടെ കുടുംബം നാളെ ഷാർജ പോലീസിനെ സമീപിക്കും. 24 ദുബായ്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ടെർമിനൽ T2 നിർമ്മാണം അവസാന ഘട്ടത്തിൽ. 2026 പുതിയ ടെർമിനൽ പ്രവർത്തന സജ്ജമാകുമെന്നാണ് പ്രതീക്ഷ. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവള ടെർമിനൽ T2 നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കടന്നതായി പൊതുമരാമത്ത് മന്ത്രാലയം വ്യക്തമാക്കി. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ സമീപഭാവിയിൽ തന്നെ ടെർമിനൽ ജനറൽ അതോറിറ്റി ഫോർ സിവിൽ ഏവിയേഷന് കൈമാറുമെന്നും പൊതുമരാമത്ത് മന്ത്രാലയം അറിയിച്ചു. പൂർണ്ണമായും സ്വദേശി വിദഗ്ധരുടെ മേൽനോട്ടത്തിലാണ് പുതിയ വിമാനത്താവളത്തിന്റെ എല്ലാ ജോലികളും പുരോഗമിക്കുന്നത്. 2022 നിർമ്മാണം പൂർത്തിയാകേണ്ട പദ്ധതി കോവിഡ് സാഹചര്യങ്ങളെ തുടർന്നാണ് നീണ്ടുപോയത്. നിലവിൽ ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം അടുത്ത വർഷത്തോടെ T2 ടെർമിനൽ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 28 ഗേറ്റുകൾ, 4500 കാർ പാർക്കിംഗ്, വിമാനത്താവളത്തോട് ചേർന്ന് 400 കിടക്കകളുള്ള ഹോട്ടൽ തുടങ്ങി അതിവിപുലമായ സൗകര്യങ്ങളോടെയാണ് പുതിയ ടെർമിനൽ ഒരുങ്ങുന്നത്. എല്ലാ ആധുനിക സൗകര്യങ്ങളോടെയും ഒരുങ്ങുന്ന ടെർമിനൽ കുവൈറ്റ് വിമാനത്താവളത്തെ മേഖലയിലെ പ്രധാന വിമാനത്താവളങ്ങളുടെ പട്ടികയിലേക്ക് ഉയർത്തും. പൂർണ്ണസ്ഥിതിയിലെത്തുമ്പോൾ വർഷത്തിൽ 25 മുതൽ 50 മില്യൺ യാത്രക്കാർക്ക് സേവനം നൽകാൻ സാധിക്കുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. എയർബസ് A380 ഉൾപ്പെടെയുള്ള വലിയ വിമാനങ്ങളുടെ സർവീസിനും വലിയ സൗകര്യങ്ങളാണ് ടെർമിനലിൽ ഒരുക്കിയിട്ടുള്ളത്. കുവൈറ്റ് വിഷൻ 2035 പദ്ധതിയിലെ ഒരു പ്രധാന നിർമ്മിതിയാണ് T2 ടെർമിനൽ. ജലീൻ ത്രിപ്രയാർ, 24 കുവൈറ്റ്. ബഹിരാകാശ നിലയത്തിൽ 18 ദിവസം തങ്ങി മകൻ ഭൂമിയിൽ തിരികെ എത്തിയപ്പോൾ അത് തത്സമയം കണ്ട ശുഭാംശുവിന്റെ മാതാപിതാക്കൾ വികാരഭരിതരായി. പേടകത്തിന്റെ ഹാച്ച് തുറന്ന് ശുഭാംശു പുറത്തേക്കിറങ്ങിയപ്പോൾ അമ്മയുടെ കണ്ണുകൾ സന്തോഷത്താൽ ഈറനണിഞ്ഞു. മകനെ ഓർത്ത് അഭിമാനമെന്നും പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമെന്നും ശുഭാംശുവിന്റെ അമ്മ ആശാ ശുക്ല പറഞ്ഞു. മകൻ സുരക്ഷിതമായി തിരികെ എത്താൻ പ്രാർത്ഥിക്കുകയായിരുന്നുവെന്നും എത്രയും പെട്ടെന്ന് നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നും അച്ഛൻ ശംഭു ദയാൽ ശുക്ലയും പ്രതികരിച്ചു. बस अब मिलने की मुलाकात है. अभी तक जो है आने की वो थी, अब मिलने की अपेक्षा है. बस जितनी जल्दी मिलेंगे उतनी जल्दी मिलेंगे हमसे. बहुत अच्छा महसूस हो रहा है, बहुत ज़्यादा, बहुत खुशी हो रही है. अंदर से हम बयान नहीं कर सकते, बहुत ज़्यादा. प्रधानमंत्री जी ने भी बधाई दी थी और बहुत अच्छा लग रहा है. इसका कोई वर्णन नहीं किया जा सकता, इतना अच्छा लग रहा है. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിലേക്കുള്ള താൽക്കാലിക VC-മാരുടെ പട്ടിക ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് രാജ്ഭവന് കൈമാറി. സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് താൽക്കാലിക VC-മാരെ നിയോഗിക്കാനുള്ള ഹൈക്കോടതി വിധിക്ക് പിന്നാലെയാണ് 3 പേരടങ്ങുന്ന പട്ടിക കൈമാറിയത്. അതേസമയം ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകാനാണ് രാജ്ഭവന്റെ തീരുമാനം. കേരള സർവകലാശാലയിൽ രജിസ്ട്രാർ VC പോര് രൂക്ഷമായി തുടരുകയാണ്. ഹൈക്കോടതി വിധി വന്നതിന് തൊട്ടടുത്ത ദിവസം തന്നെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലേക്ക് നിയമിക്കേണ്ട താൽക്കാലിക VC-മാരുടെ പട്ടികയാണ് രാജ്ഭവന് കൈമാറിയിരിക്കുന്നത്. ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇൻചാർജ് പ്രൊഫസർ ഡോക്ടർ ജയപ്രകാശ്, പ്രൊഫസർ ഡോക്ടർ A പ്രവീൺ എന്നിവർ ഉൾപ്പെടുന്നതാണ് സാങ്കേതിക സർവകലാശാലയിലെ പട്ടിക. ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് മുൻപ് കൊടുത്ത അതേ പട്ടികയാണ് ഇത്തവണയും കൊടുത്തത് എന്നാണ് വിവരം. അതേസമയം സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനം റദ്ദാക്കിയതിനെതിരെ രാജ്ഭവൻ നാളെ സുപ്രീംകോടതിയിൽ ഹർജി ഫയൽ ചെയ്യും. പുതിയ പാനൽ തയ്യാറാക്കി നൽകിയ പശ്ചാത്തലത്തിൽ ഗവർണർ ജനാധിപത്യപരമായ തീരുമാനം എടുക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു. ഗവൺമെന്റ് നൽകുന്ന പാനലിൽ നിന്ന് തെരഞ്ഞെടുത്ത് നൽകുകയാണ് ചാൻസലർ ചെയ്യേണ്ടതെന്നും കോടതി വിധി പ്രസ്താവം നടത്തിയിരിക്കുകയാണ്. അതേസമയം കേരള സർവകലാശാലയിൽ VC-യും രജിസ്ട്രാറും തമ്മിലുള്ള തർക്കവും രൂക്ഷമാണ്. രജിസ്ട്രാർ KS അനിൽകുമാർ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നതിനെതിരെ VC മോഹനൻ കുന്നുമ്മൽ കത്തു നൽകി. താൻ ഇപ്പോഴും കാർ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് രജിസ്ട്രാറുടെ മറുപടി. എന്നാൽ സർവകലാശാലയുടെ വസ്തുവകകളിൽ VC-ക്ക് അധികാരമില്ലെന്നും പൂർണ്ണ അധികാരം സിൻഡിക്കേറ്റിനാണെന്നും സിൻഡിക്കേറ്റ് അംഗം ഷിജു ഖാൻ പറഞ്ഞു. 24 തിരുവനന്തപുരം. കീം റാങ്ക് ലിസ്റ്റിൽ സർക്കാരിന്റെ നയമല്ല നടപ്പാക്കിയ രീതിയാണ് പ്രശ്നമെന്ന് സുപ്രീംകോടതി. സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകുമോ എന്ന് സുപ്രീംകോടതി ചോദിച്ചു. പ്രവേശന നടപടിയെ ബാധിക്കുന്ന തീരുമാനമെടുക്കില്ലെന്നും കോടതി വ്യക്തമാക്കി. ഹർജികൾ നാളെ വീണ്ടും പരിഗണിക്കും. ഈ മാസം 1 പ്രസിദ്ധീകരിച്ച കീം പരീക്ഷാ ഫലത്തിന് 1 മണിക്കൂർ മുൻപാണ് പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയതെന്ന് CBSE വിദ്യാർത്ഥികൾ ഹർജിയെ എതിർത്ത് സുപ്രീംകോടതിയിൽ അറിയിച്ചു. പഴയ രീതി പ്രകാരം CBSE വിദ്യാർത്ഥികൾക്ക് ഉയർന്ന മാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് കേരള സിലബസ് വിദ്യാർത്ഥികളും.
സംസ്ഥാനത്തിന് പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താമെന്നും കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ വാദിച്ചു. പുനഃക്രമീകരിച്ച റാങ്ക് പട്ടിക പുറത്തിറങ്ങിയെന്നും പ്രവേശന നടപടികളിലേക്ക് കടന്നുവെന്നും CBSE അറിയിച്ചതോടെയാണ് വിഷയത്തിൽ ഇടപെടാൻ കോടതി വിസമ്മതിച്ചത്. പ്രവേശന നടപടിയെ ബാധിക്കുന്ന തീരുമാനം ഉണ്ടാകില്ലെന്ന് സുപ്രീം കോടതി. സർക്കാർ നയമല്ല, നടപ്പാക്കിയ രീതിയാണ് പ്രശ്നമെന്നും കോടതി വ്യക്തമാക്കി. ഹർജി നാളെ പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി അറിയിച്ചു. ഉണ്ടായിരുന്ന ഇപ്പോൾ നിലവിലുള്ള ആ സ്റ്റാൻഡേർഡൈസേഷൻ ഫോർമുല സംസ്ഥാന സ്റ്റേറ്റ് ബോർഡിലെ വിദ്യാർത്ഥികൾക്ക് എതിരാണെന്നും അവർക്ക് അർഹമായ റാങ്ക് പൊസിഷനിൽ നിന്ന് അവരെ പുറത്താക്കുന്ന ഇതിലുള്ള ഒരു വിവേചനപരമാണെന്നും ഇന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ കോടതി ഇന്ന് ആശങ്കപ്പെട്ടത് ഈ ഭേദഗതി വരുത്തിയത് ഏറ്റവും അവസാന നിമിഷത്തിലായിപ്പോയി. അതിൽ സർക്കാരിന് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കാൻ കൂടിയാണ് കേസ് നാളത്തേക്ക് വെച്ചിരിക്കുന്നത്. നീതിപൂർണമായ മാർക്ക് ഏകീകരണ പ്രക്രിയ കൊണ്ടുവരണമെന്നാണ് കേരള സിലബസ് വിദ്യാർത്ഥികളുടെ പ്രധാന ആവശ്യം. 24 ഡൽഹി. തിരികെ ഗൾഫ് ഫോക്കസിലേക്ക്. എറണാകുളം പനങ്ങാട് കണ്ടെയ്നർ ലോറിയുമായി അന്തർ സംസ്ഥാന മോഷണ സംഘം ഇന്ന് പിടിയിലായി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് രാജസ്ഥാൻ ഹരിയാന സ്വദേശികളെ പിടികൂടിയത്. കസ്റ്റഡിയിലിരിക്കെ പോലീസ് സ്റ്റേഷന്റെ ശുചിമുറിയുടെ ജനൽ തകർത്ത് കടന്നുകളയാൻ ശ്രമിച്ച പ്രതിയെ സാഹസികമായാണ് കീഴടക്കിയത്. ഇന്നലെ രാത്രിയാണ് രാജസ്ഥാൻ രജിസ്ട്രേഷനുള്ള കണ്ടെയ്നർ പോലീസ് പരിശോധിച്ചത്. ദേശീയപാത നെട്ടൂരിലായിരുന്നു പരിശോധനയിൽ മോഷണ സംഘമാണ് കണ്ടെയ്നറിലുള്ളത് എന്ന് പോലീസ് കണ്ടെത്തി. തുടർന്ന് കണ്ടെയ്നറും ഇതിലുണ്ടായിരുന്ന 3 പേരെയും കസ്റ്റഡിയിലെടുത്തു. നമ്മളിവരെ സംശയാസ്പദമായി കൊണ്ടുവന്നതാണ്. അപ്പോൾ അവർ നമ്മുടെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയിട്ടുണ്ട്. അതിന്റെ പേരിൽ ഒരു കേസുണ്ട്. അല്ല, അവരുടെ വാഹനത്തിൽ അങ്ങനെ ഒരു ഗ്യാസ് കട്ടറോ ഇതൊന്നും വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സൂക്ഷിച്ചാൽ അതിന്റെ നടപടി ഉണ്ടാവും. ഇവർക്ക് പ്രീവിയസ് കേസിന്റെ ഹിസ്റ്ററി ഉള്ളതുകൊണ്ടും കൂടിയാണ്. പ്രതികളിൽ ഒരാൾ പോലീസ് സ്റ്റേഷന്റെ ശുചിമുറി ജനൽ തകർത്ത പുലർച്ചെ രക്ഷപ്പെട്ടു. ഇന്ന് രാവിലെ നടത്തിയ തിരച്ചിലിൽ അതിസാഹസികമായി ഇയാളെ പിടികൂടി. പിടിയിലായവരിൽ 2 പേർ ഹരിയാന സ്വദേശികളും ഒരാൾ രാജസ്ഥാൻ സ്വദേശിയുമാണ്. നിരവധി മോഷണ കേസുകളിലെ പ്രതികളാണിവർ. കണ്ടെയ്നറിൽ നിന്ന് ഗ്യാസ് കട്ടറടക്കം പോലീസ് കണ്ടെടുത്തു. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്ന് കാർ മോഷ്ടിച്ച് കണ്ടെയ്നറിലാക്കി രക്ഷപ്പെട്ട സംഘത്തിന് വേണ്ടിയുള്ള അന്വേഷണത്തിനിടെയാണ് പ്രതികൾ കുടുങ്ങിയത്. റാഫി കരീം, 24 കൊച്ചി. കൊച്ചിയിൽ പിടിയിലായ അന്തർ സംസ്ഥാന മോഷണ സംഘത്തിന്റെ വേരുകൾ തേടുകയാണ് 24. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിൽ നിന്ന് മോഷ്ടിച്ച കാറുമായി സംഘം പോകുന്ന CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ഗുരുവാരപ്പള്ളിയിൽ നിന്ന് മോഷ്ടിച്ച കാറുമായി കൃഷ്ണഗിരി ടോൾ ഗേറ്റ് കടന്നുപോകുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചത്. മോഷ്ടാക്കളുടെ ലക്ഷ്യം ATM കവർച്ച തന്നെയായിരുന്നുവെന്ന് കൃഷ്ണഗിരി DYSP C മുരളി 24നോട് പറഞ്ഞു. ഗുരുവാരപ്പള്ളിയിൽ നിന്ന് ശ്രീജിത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അന്തർ സംസ്ഥാന കവർച്ചാ സംഘം മേവാത് സംഘം പനങ്ങാട് കൊച്ചിയിൽ പിടിയിലായതിന്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ഗുരുവാരപ്പള്ളിയിലേക്ക് എത്തുന്നത്. തൊട്ടടുത്ത നിമിഷം ഞങ്ങൾ അറിയുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഈ പ്രദേശം ഇത് കൃഷ്ണഗിരി ടോൾ ഗേറ്റ് ആണ്. ഈ ടോൾ ഗേറ്റ് കടന്നാണ് ഈ സംഘം കേരളത്തിലേക്ക് പോയിട്ടുള്ളത്. ഇവിടെ വെച്ചാണ് ഈ ഈക്കോ കാറിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. ഈ ടോൾ ഗേറ്റ് ക്രോസ് ചെയ്താണ് അവർ പോയിരിക്കുന്നത്. തൊട്ടു പുറകെ തന്നെ ഈ ലോറിയും, ഈ കണ്ടെയ്നർ ലോറിയും, മേവാത് സംഘം സഞ്ചരിച്ചിരുന്ന കണ്ടെയ്നർ ലോറിയും ഈ ടോൾ ഗേറ്റ് കടക്കുന്നുണ്ട്. അതോടുകൂടിയാണ് പോലീസിന് കൃത്യമായ രീതിയിൽ ഇത് മേവാത് സംഘം തന്നെയാണ്, ATM കവർച്ച തന്നെയായിരുന്നു ലക്ഷ്യം എന്ന തരത്തിൽ പോലീസിന് കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. എന്തായാലും പോലീസ് സംഘം ഉടൻ തന്നെ ഉണർന്ന് എഴുന്നേറ്റു. ഇവിടുത്തെ DYSP C മുരളിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ പ്രദേശത്തെ മുഴുവൻ CCTVകളും പരിശോധിച്ചു. അപ്പോഴാണ് പല CCTVകളിൽ നിന്നായി കുറച്ച് ഫുട്ടേജുകൾ മാത്രം പോലീസിന് ലഭിക്കുന്നത്. ലാസ്റ്റ് ഇയർ ദ സെയിം occurrence happened in the same limit. ஈகோ கார் வந்து தெஃப்ட் ஆகுது. எகைன் வந்து ஒரு கண்டெய்னரில் வந்துட்டு அஃபென்ஸ் பண்ணுறாங்க. என்ன அஃபென்ஸ்? அந்த ATM அஃபென்ஸ், ATM பர்க்லரி. த சேம் மேவாத் கும்பல் இந்த கார் தான் ஃபாலோ பண்ணோம். சரி, இந்த கார் யார் திருடுறாங்கன்னு ஃபாலோ பண்ணாதான் எகைன் we came to know that one container two suspects came down from the lorry, that container lorry, and stolen that vehicle, that eco vehicle.
എന്തായാലും പോലീസ് ഈ മേഖലയിലൂടെ പെട്ടെന്ന് തന്നെ ഈ മേഖലയിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ പെട്ടെന്ന് തന്നെ പോലീസ് കേരള പോലീസിന് കൈമാറുകയായിരുന്നു. അതായത് കേരളത്തിലേക്കാണ് പോയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി. ഈ മേഖലയിലെ ഏതാണ്ട് 15ഓളം CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. എന്തായാലും ഈ കാർ തൊട്ടപ്പുറത്തൊരു മേഖലയിൽ ഉപേക്ഷിച്ച് സംഘം മടങ്ങി എന്ന ബോധ്യം പോലീസിന് വന്നതോടുകൂടി ഇതൊരു ATM കവർച്ച തന്നെയാണ് ഉദ്ദേശിച്ചിരുന്നത് ഈ സംഘമെന്ന് മനസ്സിലായി. അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം C മുരളി എന്ന കൃഷ്ണഗിരി DYSP തൃശൂർ DYSP ആണ്, അദ്ദേഹത്തിന്റെ സുഹൃത്തായ തൃശൂർ DYSP ആണ് ഈ ഒരു വിവരം അറിയിക്കുന്നത്. കൂടാതെ ഇവിടുത്തെ SP കൃഷ്ണഗിരി SP കൊച്ചി DCPയെയും ഈ വിവരം അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു വലിയ പരിശോധന കൊച്ചിയിൽ നടന്നത്. എന്തായാലും ഈ 3 പ്രതികളെയും തേടിക്കൊണ്ട് പനങ്ങാട്ടേക്ക് ഇപ്പോൾ സംഘം എത്തിയിട്ടുണ്ട്. തമിഴ്നാട് പോലീസിൻ്റെ സംഘം എത്തിയിട്ടുണ്ട്. ഗുരുവാരപ്പള്ളി സർക്കിൾ ഇൻസ്പെക്ടർ അടങ്ങുന്ന 3 അംഗ സംഘമാണ് എത്തിയിട്ടുള്ളത്. ഇവർക്കും കുറേ ചോദ്യങ്ങളുണ്ട്. 2024 സമാനമായ രീതിയിൽ ഈ മേഖലയിൽ ഈ ഗുരുവാരപ്പള്ളി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ ഒരു ATM കവർച്ച ഉണ്ടായിരുന്നു. അന്ന് സമാനമായ രീതിയിൽ ഒരു ഈക്കോ വാഹനം തന്നെയാണ് ഈ പ്രതികൾ ഉപയോഗിച്ചിരുന്നത്. അതായത് മേവാത് സംഘത്തിൻ്റെ സ്ഥിരമായ രീതി അതുതന്നെയാണ് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ, അതായത് കൂടുതൽ കവർച്ചകളും തെളിയാതെ കിടക്കുന്ന കേസുകളും ഒക്കെ തന്നെ ഇതിലൂടെ തെളിയിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് തമിഴ്നാട് പോലീസിനുള്ളത്. എന്തായാലും കേരള പോലീസ് ഈ പ്രതികളെ റിമാൻഡ് ചെയ്യും. അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങി ഇവിടെയും ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിലാണ് തമിഴ്നാട് പോലീസ് ഉള്ളത്. എന്തായാലും ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. കൂടുതൽ പ്രതികൾ ഉണ്ടാകും. ഒരുപക്ഷെ ഹരിയാനയിലെ മേവാത്ത് എന്ന തിരുട്ടു ഗ്രാമത്തിലേക്ക് വരെ അന്വേഷണം എത്തിച്ചേരുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രാജീവ് സുദേവിനും അഷ്റഫ് അലിക്കുമൊപ്പം ശ്രീകുമാരൻ, 24. സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ ആഞ്ഞടിച്ചു സമസ്ത. സമയമാറ്റത്തിൽ പിറകോട്ടില്ലെങ്കിൽ പിന്നെ ചർച്ച എന്തിനാണെന്നാണ് സമസ്തയുടെ ചോദ്യം. തീരുമാനം മാറ്റാനല്ല, കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനാണ് ചർച്ചയെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞത്. സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ് സർക്കാരും സമസ്തയും. എതിർപ്പുള്ള സംസ്ഥയുമായി ചർച്ചയാകാമെന്ന് വ്യക്തമാക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി തീരുമാനം മാറ്റാനല്ല ചർച്ചയെന്ന് കൂടി വ്യക്തമാക്കിയതോടെയാണ് സമസ്ത ഇടഞ്ഞത്. ഞാൻ അവരോട് പറഞ്ഞു, അവർക്ക് ആശയക്കുഴപ്പമുണ്ടെങ്കിൽ അത് തീർക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. ചർച്ച എന്ന് പറഞ്ഞാൽ ഈ തീരുമാനം മാറ്റാൻ വേണ്ടിയുള്ള ചർച്ചയല്ല, ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ളൊരു ചർച്ച നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനു പിന്നാലെ ചേർന്ന സമസ്ത വിദ്യാഭ്യാസ സമിതി യോഗത്തിലാണ് ചർച്ചയിലൂടെ പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. അനുകൂല നടപടി ഉണ്ടാവുന്നില്ലെങ്കിൽ സമരം ശക്തമാക്കാൻ കോഴിക്കോട് ചേർന്ന സമസ്തയുടെയും പോഷക സംഘടനകളുടെയും സംയുക്ത ഏകോപന സമിതി യോഗം തീരുമാനിച്ചു. സർക്കാർ നിലപാടിലെ അമർഷവും സമസ്ത മറച്ചുവെച്ചില്ല. വലിയൊരു സമൂഹമാണ് സമസ്ത അല്ലെങ്കിൽ മുസ്ലിം വിഭാഗം എന്നൊക്കെ പറയുന്നത്. അവർ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഒരു സർക്കാരും വിചാരിക്കേണ്ട. അതൊരു ധിക്കാരപരമായ പോക്കായിരിക്കും. അതിൻ്റെ തിക്തഫലം അവരനുഭവിക്കേണ്ടി വരും. സർക്കാരുമായുള്ള ചർച്ചയിൽ സംസ്ഥ പ്രായോഗിക നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കും. എന്നാൽ തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലടക്കം സംസ്ഥയെ ചൊടിപ്പിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുമോ എന്നതാണ് നിർണായകം. 24 കോഴിക്കോട്. MLA സ്ഥാനം രാജിവെക്കണമെന്ന് മന്ത്രി AK ശശീന്ദ്രനും തോമസ് K തോമസിനും NCP അജിത് പവാർ വിഭാഗത്തിന്റെ അന്ത്യശാസനം. ഒരാഴ്ചക്കകം MLA സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ അയോഗ്യരാക്കാനുള്ള നടപടിയെടുക്കുമെന്നാണ് പ്രഫുൽ പട്ടേൽ അയച്ച കത്തിലെ ഭീഷണി. എന്നാൽ പ്രഫുൽ പട്ടേലിന്റെ കത്തിന് പാർട്ടി ഭരണഘടനയുടെ പിൻബലം പോലുമില്ലെന്നാണ് AK ശശീന്ദ്രന്റെ പ്രതികരണം. NCPയിലെ പിളർപ്പിൽ ശരത് പവാറിനൊപ്പം നിൽക്കുന്നവർ എന്ന നിലയിലാണ് മന്ത്രി AK ശശീന്ദ്രനും തോമസ് K തോമസിനും അജിത് പവാർ വിഭാഗം അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ഇരു നേതാക്കളും ശരത് പവാറിനൊപ്പം നിൽക്കുന്നതാണ് അജിത് പവാർ വിഭാഗത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇരുവരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണെന്നും ഈ സാഹചര്യത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നുമാണ് അജിത് പവാർ വിഭാഗം നേതാവ് പ്രഫുൽ പട്ടേൽ അയച്ച കത്തിൽ പറയുന്നത്. കത്ത് ലഭിച്ച് ഒരാഴ്ചയ്ക്കകം MLA സ്ഥാനം രാജിവെക്കണമെന്നും അല്ലാത്തപക്ഷം കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യരാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മെയ് 20 അയച്ച കത്തിൽ പറയുന്നുണ്ട്. എന്നാൽ അജിത് പവാർ വിഭാഗത്തിന്റെ അന്ത്യശാസനം NCP സംസ്ഥാന ഘടകം കണക്കിലെടുക്കുന്നില്ല. വൈസ് പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റ് എന്നീ 2 സ്ഥാനങ്ങളില്ല. നാഷണൽ പ്രസിഡന്റും വർക്കിംഗ് കമ്മിറ്റിയും ട്രഷററും മാത്രമാണുള്ളത്. ഇത് ഒരു ബേസ്ലെസ് കത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വളരെ ക്ലിയർ അല്ലേ, നമ്മൾ സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ഒരു വിഷയത്തിന് ഇങ്ങനെ കത്ത് തരാനായിട്ട് യാതൊരുവിധ സാധ്യതയുമില്ല. എന്നാൽ AK ശശീന്ദ്രനെയും തോമസ് K തോമസിനെയും അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകാനാണ് അജിത് പവാർ പക്ഷത്തിന്റെ തീരുമാനം. എത്രയും പെട്ടെന്ന് ഇത്തരത്തിൽ സ്പീക്കറെ കണ്ട് കത്ത് കൊടുക്കാൻ പോവാണ് ഇവരെ അയോഗ്യരാക്കുന്നതിന് വേണ്ടി. ഇത് നടന്നില്ലെങ്കിൽ ഞങ്ങൾ ഹൈക്കോടതിയിൽ പോകും, ഒരു സംശയമില്ല. അതിലേക്കാണ് നീങ്ങുന്നത്. 24 തിരുവനന്തപുരം.
മിൽമ പാൽ വില വർധന ഉടൻ ഉണ്ടാകില്ല. ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് തീരുമാനം. വില വർധനയെക്കുറിച്ച് പഠിക്കാൻ 5-അംഗ സമിതിയെ തീരുമാനിച്ചെന്ന് മിൽമ ചെയർമാൻ KS മണി അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരത്തെ മിൽമ ആസ്ഥാനത്ത് ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് തൽക്കാലം പാലിന്റെ വില വർദ്ധിപ്പിക്കേണ്ടെന്ന തീരുമാനമെടുത്തത്. വില വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് വിശദമായി പഠിച്ച് തീരുമാനമെടുക്കൂ. യൂണിയൻ പ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട 5-അംഗ സമിതിയെ പഠനത്തിനായി യോഗം ചുമതലപ്പെടുത്തി. അടുത്ത മാസം ചേരുന്ന യോഗത്തിൽ സമിതിയുടെ റിപ്പോർട്ട് പരിശോധിച്ച് മുന്നോട്ട് പോകുമെന്ന് മിൽമ ചെയർമാൻ KS മണി അറിയിച്ചു. നമ്മളിപ്പോൾ നിലവിൽ 52 രൂപ എന്നുള്ളത് എത്രമാത്രം കൂട്ടണമെങ്കിൽ കൂട്ടാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ശുപാർശയും, നമുക്കിത് മുന്നോട്ട് പോകാൻ കർഷകർ നിലനിൽക്കണം, അതോടൊപ്പം മിൽമ എന്നുള്ള സ്ഥാപനം നിലനിൽക്കണം, അങ്ങനെ ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ട് അടുത്ത ബോർഡിന് നമുക്ക് മുമ്പിൽ തരാനായിട്ടാണ് ഇപ്പോൾ ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്. മിക്കവാറും നമുക്ക് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉചിതമായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയും. തിരുവനന്തപുരം, എറണാകുളം യൂണിയനുകൾ വില വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഇന്ന് ഡയറക്ടർ ബോർഡ് യോഗം ചേർന്നത്. എന്നാൽ വില കൂട്ടേണ്ടതില്ലെന്ന നിലപാടിലായിരുന്നു മലബാർ യൂണിയൻ. ലിറ്ററിന് 10 രൂപ വർധനവായിരുന്നു എറണാകുളം യൂണിയന്റെ ശുപാർശ. ഉൽപാദന ചെലവിന് ആനുപാതിക വർധന തിരുവനന്തപുരം യൂണിയനും ശുപാർശ ചെയ്തു. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് പാലിന്റെ വില വർദ്ധിപ്പിക്കേണ്ട എന്ന നിലപാടിലാണ് സർക്കാരും. 24 തിരുവനന്തപുരം. ഗൾഫ് ഫോക്കസിലേക്ക് വീണ്ടും. ടെസ്ല കാർ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഷോറൂം മുംബൈയിൽ പ്രവർത്തനം തുടങ്ങി. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഷോറൂം ഉദ്ഘാടനം ചെയ്തു. 60 ലക്ഷം രൂപ വില വരുന്ന മോഡൽ Y കാറാണ് ആദ്യഘട്ടത്തിൽ വിൽപ്പനയ്ക്കെത്തിയത്. ബാന്ദ്ര കുർള കോംപ്ലക്സിൽ 4000 സ്ക്വയർ ഫീറ്റിലാണ് ടെസ്ലയുടെ ആദ്യ ഷോറൂം. ടെസ്ല കാറുകളെ അടുത്തറിയാനുള്ള എക്സ്പീരിയൻസ് സെന്റർ കൂടിയാണ് ഷോറൂം. 35 ലക്ഷം രൂപയാണ് ഷോറൂമിന് മാസ വാടക. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഷോറൂം ഉദ്ഘാടനം ചെയ്തു. ഗതാഗത മന്ത്രി പ്രതാപ് സർനായിക്ക് ട്രേഡ് സർട്ടിഫിക്കറ്റ് കൈമാറി. ജീവനക്കാരോട് സംസാരിച്ച ശേഷം ഇരുവരും കാറുകൾ പരിശോധിച്ചു. ചൈനയിൽ നിർമ്മിച്ച് ഇറക്കുമതി ചെയ്യുന്ന മോഡൽ Y കാറാണ് ആദ്യഘട്ടത്തിൽ വിൽക്കുക. ഉയർന്ന നികുതി കൂടി ചേരുന്നതിനാൽ വില 60 ലക്ഷത്തിന് മുകളിലാണ്. ഇന്ത്യയിൽ നിർമ്മാണം തുടങ്ങാൻ ദേവേന്ദ്ര ഫട്നാവിസ് ടെസ്ലയോട് അഭ്യർത്ഥിച്ചു. टेस्ला मुंबई में एक्सपीरियंस सेंटर के साथ साथ डिलीवरी की व्यवस्था, लॉजिस्टिक्स की व्यवस्था और सर्विसिंग की व्यवस्था ये सारी खड़ा कर रहा है. പ്രധാന 2 വാഹന വിപണികളായ അമേരിക്കയിലും ചൈനയിലും തിരിച്ചടി നേരിടുമ്പോഴാണ് ഇലോൺ മസ്കിന്റെ കമ്പനി ഇന്ത്യയിലേക്ക് എത്തുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 3ാമത്തെ വാഹന വിപണിയാണ് ഇന്ത്യ. ലോകമാനം വിൽപ്പനയിൽ വലിയ ഇടിവ് നേരിടുന്ന ടെസ്ലയ്ക്ക് ഇന്ത്യയിലേക്കുള്ള വരവിലൂടെ പുതിയ ഊർജ്ജം ലഭിക്കുമെന്നാണ് കമ്പനി കണക്കുകൂട്ടുന്നത്. BKCയിലെ ടെസ്ല ഷോറൂമിന് മുന്നിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. പത്തനംതിട്ട പന്തളം മുളമ്പുഴയിൽ സ്വയം കുത്തിയ യുവാവിനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പുറപ്പെട്ട ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു. അടൂർ ഹൈസ്കൂളിന് സമീപമാണ് അപകടം. മുളമ്പുഴ മാലേത്ത് ശ്രീകാന്താണ് മദ്യലഹരിയിൽ സ്വയം കുത്തിയത്. അപകടത്തിൽ ആംബുലൻസ് ഡ്രൈവർക്കും രോഗിയുടെ സഹായിക്കും ഗുരുതരമായി പരിക്കേറ്റു. AV ജയശങ്കറുണ്ട് വിശദാംശങ്ങളുമായി. ജയശങ്കർ, ഈ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റാനായിട്ടുണ്ടോ? ഗോകുൽ, രാത്രി 9 കൂടിയാണ് അടൂർ ഹൈസ്കൂളിന് സമീപം ഇത്തരത്തിലൊരു അപകടം നടന്നത്. പന്തളം മുളകുംപുഴയിൽ കത്തിക്കൊണ്ട് സ്വയം കുത്തിയ ആളെ അടൂരിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ആംബുലൻസ് നിയന്ത്രണം വിട്ട് മറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ അപകടത്തിൽ ആംബുലൻസ് ഡ്രൈവർ, രോഗിയുടെ സഹായി എന്നിവർക്ക് ഗുരുതരമായി പരിക്ക് പറ്റിയെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഇവരെ ഈ ആംബുലൻസ് ഡ്രൈവറെയും രോഗിയുടെ സഹായിയെയും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ മുളമ്പുഴ മാലയത്ത് ശ്രീകാന്താണ് ഇത്തരത്തിൽ മദ്യപിച്ച് സ്വയം ശരീരത്തിൽ കുത്തിയത്. ഇദ്ദേഹത്തെ അടൂരിലെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ടി ആംബുലൻസ് എത്തിയത്. അവിടെ എത്തി ഇയാളെ ആംബുലൻസിൽ കയറ്റി പോകുന്ന വഴിക്കാണ് അടൂർ ഹൈസ്കൂളിന് സമീപത്ത് വെച്ച് ഇത്തരത്തിൽ ആംബുലൻസ് അപകടത്തിൽപ്പെട്ടത്. എന്തായാലും ഈ അപകടത്തിൽ ഈ ഡ്രൈവർക്കും ഈ ആംബുലൻസ് ഉണ്ടായിരുന്ന രോഗിയുടെ സഹായിക്കും ഉൾപ്പെടെ ഗുരുതരമായ പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് നിലവിൽ മാറ്റിയിട്ടുണ്ട്. ശരി, AV ജയശങ്കറാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.